എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് നിങ്ങളുടെ നോട്ട്സിനകത്ത് ഇല്ല, ഞാൻ അത് എഴുതിയിട്ടില്ലായിരുന്നു. ആ നോട്ട്സിനകത്തോട്ട് നിങ്ങൾ ചേർത്തോണ്ട് എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം എടുത്താണ്, അത് 17-ാം അധ്യായം. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. സൂക്ഷിച്ചുകൊള്ളി. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കാം, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കാം. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. 6 വരെ വായിര്. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞു കടലിൽ നട്ടുപോകാം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഓക്കെ, ഇനിയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർത്തോ. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, ആണോ അല്ലയോ? അതെ. അതെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവര് പറഞ്ഞു ഞങ്ങളെ ക്ഷമിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ 7 അല്ല 70 വട്ടം നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാർ കർത്താവിനെ ഇടർച്ചകൾ വരുന്ന അസാധ്യം, എങ്കിൽ ഇടർച്ച വരുന്നത് അയ്യോ കഷ്ടം, ഈ ചെറിയ വരുന്നതിന് ഇടർച്ച വരുന്നതിനേക്കാൾ തിരികെ അവനെ കെട്ടി കഴിയുന്നത് നല്ലത്. അതുകൊണ്ട് സഹോദരൻ നിന്നോട് പിഴച്ചാൽ ശാസിക്കാൻ, മാനസാന്തരപ്പെടാൻ അല്ല 7 വട്ടം ക്ഷമിക്കുകയും 7 വട്ടം നിന്നോട് അടുക്ക വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് വന്ന് പറയുമോ? നമ്മുടെ മലയാളികൾ ആരെങ്കിലും അവരെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി വളരെ ചുരുക്കം. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമേ. മലയാളികൾ പറയും, ഞാൻ നെല്ലിപ്പല കണ്ടു. നെല്ലിപ്പലയുടെ അടുത്ത് നിൽക്കുക, ഓക്കെ, ഞാൻ ഭൂമിയോടെ ക്ഷമിച്ചിട്ടിരിക്കുക എന്നൊക്കെ പറയും. ഇതെല്ലാം മനുഷ്യനോട് പറയാൻ കൊള്ളാവുന്നതേ ഉള്ളൂ, അല്ലാതെ നിന്റെ ജീവിതത്തിൽ പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവന്നില്ലെന്നുണ്ട് ഒരു പ്രയോജനവുമില്ല. ഓക്കെ, അപ്പം നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. ദിവസത്തിൽ 7 വട്ടം ക്ഷമിക്കുക, അതിനുശേഷം കർത്താവ് പറഞ്ഞ് മാനസാന്തരപ്പെടുന്നത് ക്ഷമിക്കുക, അവനോട് ക്ഷമിക്കുക. ഇനി അതിനെക്കുറിച്ചൊക്കെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അവിടെ ഭാഗത്തോട്ടൊന്നും തിരിയുന്നില്ല. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? ഇത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ നിങ്ങൾക്കറിയാം. എന്താണ് അപ്പോസ്തലന്മാർ പറഞ്ഞു, കർത്താവേ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചതിന് ആരെങ്കിലും മറുപടി പറഞ്ഞു? ഉണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ കർത്താവിനെ? ഇല്ല. എന്താ കാര്യം? ഇവൻ ക്ഷമിക്കത്തില്ല. അല്ല, കർത്താവ് ഇവിടെ അവർക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുത്തോ? ഇല്ല. അന്ന് കൊടുത്തില്ലെന്നുണ്ടെ പിന്നെ ഇന്ന് കൊടുക്കുവോ? അന്ന് ശിഷ്യന്മാര് പറഞ്ഞു കർത്താവ് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവർക്ക് ചെയ്തു കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തു തരും. നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്? അത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
അങ്ങനെ ചോദിക്കലതിന് കർത്താവ് പറഞ്ഞു, അതിന് മറുപടി എന്താണ് യേശു പറഞ്ഞത്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിക്കുള്ള പ്രത്യേകത എന്തുവാ? കാട്ടത്തി എന്ന് കെട്ടിപ്പിടിച്ചേക്കുക. പറയുന്നത് നല്ല അത്തിയും പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? പാഴ്മരം അത്. ആഴ്വരും ഒരു പ്രയോജനവും ഇല്ലാത്ത. അതെ. അതിനെ എങ്ങനെ പോകാനാ പറയേണ്ടത്? വേരോടെ. കടലിക്കട. ഓക്കെ, അത് വേരോടെ പോയില്ലെങ്കിലുള്ള കുഴപ്പം എന്തുവാ? പിന്നെയും പൊട്ടിക്കളിക്കും. അപ്പൊ എന്താ കിളുത്തു വരുന്നത്? കാട്ടത്തി അപ്പൊ ഇതെവിടെ കിളിച്ചു നിൽക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ. നമ്മുടെ ഹൃദയത്തിൽ കിളുത്തു നിൽക്കുന്ന അൺഫോർഗീവ്നെസ് ആണത്. അതെ. അപ്പൊ ഈ അൺഫോർഗീവ്നെസ് വേരോടെ പിഴുത് കടലിൽ ചാടി പോക എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നമ്മളെ അനുസരിക്കും. അപ്പൊ ആരാണ് ഈ അൺഫോർഗീവ്നെസ്സിനെ എടുത്ത് പുറത്ത് കളയേണ്ടത്? നമ്മൾ എങ്ങനെ കളയണം? കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞാന് ബെഞ്ചമിൻ പാസ്റ്റർ എന്നോട് പറഞ്ഞ അപരാധത്തെ ഞാൻ ക്ഷമിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ അൺഫോർഗീവ്നെസ്സും എൻ്റെ ഹൃദയത്തിൽ നിന്നും, ക്ഷമിക്കാതിരിക്കുന്ന എല്ലാ അൺഫോർഗീവ്നെസ്സും യേശുവിന്റെ നാമത്തിൽ നീങ്ങി കടലിൽ പോകട്ടെ, വേരോടെ പിഴുത് പോകട്ടെ എന്ന് പറയേണ്ട ജോലി ആരുടേതാ? നമ്മുടെ ഓരോരുത്തരെ. അങ്ങനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിയുന്ന ഉടനെ ബെഞ്ചമിൻ പാസ്റ്റർ എന്താ എന്നോട് പറഞ്ഞതെന്ന് പിന്നീട് എന്നോട് ആരെങ്കിലും ചോദിക്കാമെന്നുണ്ടെങ്കിൽ, അയ്യോ എന്തായിരുന്നു എന്നാണ് പറഞ്ഞ, പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നെ ബെഞ്ചമിനെ കാണുന്നുണ്ട്, അയ്യോ കർത്താവിന്റെ ദാസനെ എവിടെയായിരുന്നു? ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പിന്നെ എന്തോ ഇല്ല, പിണക്കവും ഇല്ല, ഒന്നുമില്ല. ഇത് ഞങ്ങളുടെ പാസ്റ്ററിന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ പാസ്റ്ററിന്റെ ഭാര്യ സാമുവേൽ ലക്ഷക്കിന്റെ ഭാര്യ ഒരു പ്രാവശ്യം എന്നോട് ഏതാണ്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പം ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരാളെടുക്കല് വേറെ വീട്ടിൽ വെച്ച് മീറ്റിംഗ് ആയിരുന്നു. മീറ്റിങ്ങിൽ അങ്ങോട്ട് ആഹാരം ഉണ്ടായിരുന്ന സമയത്ത് ഈ അമ്മാവ് പിന്നെയും വേറെ ഏതാണ്ട് പറഞ്ഞു. ഞാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മാമ്മയോട്, അങ്ങനെ പാസ്റ്ററും അമ്മാമ്മയുണ്ട്, ഞാൻ പറഞ്ഞു അമ്മാമ്മ, ഞാൻ അമ്മാമ്മയോട് ക്ഷമിച്ചിരിക്കുന്നു. എനിക്കിനി അമ്മാമ്മയോട് യാതൊരു വിധമായ പ്രയാസവുമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. ക്ഷമിച്ചെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ എന്തോ അപരാധം ചെയ്തു മൂലച്ചനോട് എന്നുള്ള ചിന്തയായി. പക്ഷെ ഇതാണ് നമ്മുടെ എല്ലാം കുഴപ്പം. ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. അല്ല, നമ്മൾ അങ്ങോട്ട് സഹിക്കത്തില്ല. അയ്യോ ഞാൻ ഏതാണ്ട് വലിയ അപരാധം ചെയ്തു എന്നാണ് തോന്നുന്നത്. നമ്മൾ അങ്ങനെയും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ആരോടെ പറയാൻ പറ്റത്തുള്ളൂ? ദൈവത്തോട്, കർത്താവിനോട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നേരിട്ട് ആരോടെങ്കിലും പറയാ, ജോസഫ് പാസ്റ്ററോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തോ ഞാൻ എനിക്ക് ചെയ്തത് എന്തോ ഇത്ര വലിയ ദോഷം ചെയ്തത് എന്തോ ആയിരുന്നു തന്നോടെന്ന് പറഞ്ഞ് ജോസഫ് പാസ്റ്റർ എന്റെ തല്ലിനോട് ചാടി വീഴും. ആ പുള്ളിയുടെ സ്വഭാവം അങ്ങനെ അല്ലാത്തത് കൊണ്ട്, ചാടി വീഴാത്ത സ്വഭാവം ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. ദൈവമക്കളെ, ഇതുകൊണ്ട് നമ്മൾ ആരുടെ മുന്നിൽ നിന്ന് പറയണം? ദൈവസന്നിധിയിലിരുന്ന് കർത്താവെ, ഞാൻ ഇന്ന ആളോട് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മക്കളോട്, എൻ്റെ കുഞ്ഞുങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വേരോടെ പറഞ്ഞ് എല്ലാ അൺഫോർഗീവ്നെസ്സും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിന് ഒരു വിടുതൽ എടുക്കേണ്ട ചുമതല നമ്മുടേതാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എങ്ങോട്ടും ഇല്ല, പോകില്ല, മേലോട്ട് പോകില്ല. നമ്മള് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. അവിടെ അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും. അന്നേരം കർത്താവിന്റെ ദാസന്മാർ പറയും, അയ്യോ ഞാൻ കർത്തൃമേല ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ പോരാട്ടം ഉള്ളത്. കേട്ടിട്ടുണ്ടോ? പോരാട്ടം എല്ലാം എവിടുന്നുള്ളതാണ്? ഇന്നാളൊരു ദൈവദാസനോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ ക്ഷമിക്കണം, എന്നാലേ ശരിയാകത്തുള്ളൂ. എനിക്ക് ആരോടും ഒരു കുഴപ്പവുമില്ല. ഞാൻ ചോദിച്ചു, കർത്താവിനെ പറ്റി കുറ്റം പറയാറുണ്ട്? ഇല്ല, കർത്താവ് എന്നെ ശിക്ഷിച്ചിട്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ശിക്ഷിച്ചെടുത്ത് ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് ശിക്ഷിക്കുമെന്നല്ലയോ പറഞ്ഞിരിക്കുന്നത്? എന്നോട് പറഞ്ഞു, മോനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്,
കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്നല്ലയോ? അപ്പൊ കർത്താവ് അപ്പൊ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തോ കുറ്റം ചെയ്തിട്ടില്ലേ ശിക്ഷിക്കണം, ആണോ അതെ അല്ലയോ? അതെ 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 അപ്പൊ കർത്താവെ അവനെ ശിക്ഷിക്കരുത്, അവനെ ആ ശിക്ഷയിൽ നിന്ന് വിമുക്തനാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് വല്ല പന്നെ കൊണ്ട് പറ്റുമോ? എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. ഒരാളെ ശിക്ഷിച്ചിട്ട് ദൈവം ശിക്ഷിച്ചിട്ടിരിക്കുന്നിടത്ത് നമുക്ക് പറയാൻ പറ്റുമോ അത് ശിക്ഷിക്കാൻ പാടില്ലെന്ന്? നമ്മളൊന്ന് നോക്കണം. സോദോം ഗോമോറായ ശിക്ഷിക്കാൻ ദൈവം പോയി. സോദോം ഗോമോറായെ രക്ഷിക്കാൻ വേണ്ടി കർത്താന്റെ ദാസൻ അബ്രഹാം എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കത്തില്ല. പക്ഷെ അതിനകത്തിൽ ആരില്ലായിരുന്നു? 10 പേര് ഇല്ലായിരുന്നു. ഒരാളെ കണ്ടുള്ളൂ. അപ്പം നമ്മൾ ഓർക്കണം, ദൈവം ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കും. ഇപ്പൊ വെഞ്ചോൻ ബാസിനെ ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ച് വെഞ്ചോൻ ബാസിന് ഒരു വലിയ കാര്യങ്ങളൊക്കെ തരാൻ ആഗ്രഹിക്കും. കർത്താവേ അങ്ങനെ ചെയ്യരുതേ, വെഞ്ചോൻ ബാസിനെ അങ്ങനെ അനുഗ്രഹിക്കാൻ പാടില്ല, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അനുഗ്രഹിക്കരുതെന്നും പറയാൻ പറ്റത്തില്ല, ശിക്ഷിക്കരുതെന്നും പറയാൻ പറ്റത്തില്ല. പറ്റുമോ? നമ്മളെ അനുഗ്രഹിക്കാനാ വിളിച്ചിരിക്കുന്നത്, നമ്മൾ അനുഗ്രഹിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത് വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. ആരോട് ക്ഷമിക്കാൻ പറ്റും? അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും കയ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് രാത്രി തന്നെ വിളിച്ചു പറയുക, കർത്താവേ, ഞാൻ എൻ്റെ സഹോദരൻ എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ അവനോട് ക്ഷമിക്കുന്നു. ആ സഹോദരന്റെ പേര് പറഞ്ഞ്, ആ സഹോദരിയുടെ പേര് പറഞ്ഞ്, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ്, എനിക്ക് വിരോധമായി എനിക്ക് കിട്ടേണ്ട നന്മകളെ തടഞ്ഞു വെച്ചു, അല്ലാതെ എനിക്ക് കിട്ടേണ്ട പ്രൊമോഷനെ തടഞ്ഞു വെച്ചു, എനിക്ക് കിട്ടേണ്ട ജോലിയെ തടഞ്ഞു വെച്ചു. ഒരാള് നിങ്ങൾക്ക് തടസ്സം വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തോണം, അത് നിനക്കുള്ളതല്ലായിരുന്നു. അതെനിക്കുള്ളത് അല്ലായിരുന്നു. അത് പോയത് കൊണ്ട് നന്നായി. അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമായി പോയത്. അതെ. നമ്മൾ എപ്പോഴും ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു മിനിസ്ട്രി ചെയ്യാനായിട്ട് ചെന്നു, അവിടെ നമ്മളെ മിനിസ്ട്രി ചെയ്യാൻ അനുവദിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് തടഞ്ഞത് നന്നായി എന്ന് പറയണം. ദൈവത്താൽ നമ്മൾ ആരോടും അതിനെന്ത് ചെയ്യരുത്? കംപ്ലൈന്റ് ചെയ്യരുത്, പിണങ്ങരുത്. ദാറ്റ്സ് ഓക്കെ. ഞാൻ ഡാളസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സൂപ്പർവൈസറും ഞാനും കൂടെ ഒരു വഴക്കുണ്ടായി. ഞാൻ പെന്തക്കോസ്തുകാരനാണ്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഗെറ്റ് ഓവർ ഇറ്റ് കൊച്ചായിപ്പ, യു ഗെറ്റ് ഓവർ ഇറ്റ്. ഞാൻ പറഞ്ഞു, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ പറയാണ്ട് വീണ്ടും അവനോട് പറഞ്ഞോണ്ടിരിക്കുക, ഗെറ്റ് ഓവർ ഇറ്റ്. അപ്പൊ എനിക്കിതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. നമ്മൾ പറയുന്നത് എന്തുവാ? വിട്ടുകള എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലയോ? അവര് പറയുന്ന ഭാഷ ഗെറ്റ് ഓവർ ഇറ്റ്. അതിനെ നീ ഓവർകം ചെയ്യുക, അതിനെ വിടങ്ങ് എന്ന് പറയും. പക്ഷെ എനിക്കെന്തോ കുഴപ്പം, എനിക്കത് മനസ്സിലാകുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും ഗെറ്റ് ഓവർ ഇറ്റ്, നമ്മൾ അതിനെ വിട്ടുകളയണം. നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ട് ഇരിക്കരുത്. ആരോടും പകയും പിണക്കവും ക്രോധവും ശാഠ്യവും വെച്ചുകൊണ്ടിരിക്കരുത്. കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഇതൊന്നും ചെയ്യുന്നവൻ എന്താകത്തില്ല? ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം ഇതൊന്നും നമുക്കില്ലാതെ കർത്താവിന്റെ സന്നിധി ഒരു നിർമ്മല ഹൃദയത്തോടെ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.